മധ്യാഹ്ന സൂര്യനെപ്പോലെ ജീവിതത്തിൻ്റെ മധ്യവയസ്സിൽ കത്തി നിൽക്കുന്ന ഒരു ഘട്ടത്തിലാണ് തികച്ചും യാദൃച്ഛികമായി ഡോക്ടർ CJ റോയ് എന്ന വ്യവസായി തൻ്റെ ജീവിതം അവസാനിപ്പിക്കാൻ തീരുമാനിച്ചത്. മനസാക്ഷിയുള്ള ആരെയും വേദനിപ്പിക്കുന്നതാണ് CJ റോയിയുടെ വളരെ ദാരുണമായ അന്ത്യം. നിർഭാഗ്യവശാൽ നമ്മുടെ കേരളത്തിൽ കാണുന്ന ചില നീക്കങ്ങൾ ജനാധിപത്യ വിശ്വാസമുള്ള, മതേതരത്വത്തിൽ വിശ്വസിക്കുന്ന ആരെയും വേദനിപ്പിക്കുന്ന ഒന്നാണ്. ഈ മൃതശരീരത്തെ വെച്ച് വിലപേശാനുള്ള ചില ശ്രമങ്ങളാണ് രാഷ്ട്രീയമായ ലക്ഷ്യത്തോടെ, വർഗീയമായ ലക്ഷ്യത്തോടെ നമ്മൾ ഇന്ന് കേരളത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. കേന്ദ്ര ഏജൻസികൾ നിക്ഷിപ്ത താല്പര്യത്തോടെ ഡോക്ടർ CJ റോയിയെ വേട്ടയാടാൻ ശ്രമിച്ചുവെന്നും അവസാനം അദ്ദേഹം മരണത്തിൽ അല്ലെങ്കിൽ ആത്മഹത്യയിൽ അഭയം തേടി എന്നുമാണ് ചില പ്രചരണം ഇപ്പോഴും കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിന് വളരെ വ്യക്തമായ ചില രാഷ്ട്രീയ ലക്ഷ്യങ്ങളുണ്ട്. അപ്പോൾ CJ റോയി ഒരു വേട്ടമൃഗമായിരുന്നു, വേട്ടമൃഗത്തെ പോലെ CJ റോയിയെ വേട്ടയാടി കൊന്നു എന്ന തലത്തിലുള്ള ഒരു പ്രചരണമാണ്. ഇവിടെ ഈ പ്രചരണം നടത്തുന്ന ആളുകൾ ഒരു കാര്യം മനസ്സിലാക്കണം. ഒരു മൃഗത്തെ വേട്ടയാടണമെങ്കിൽ വേട്ടയുടെ ആദ്യത്തെ കണ്ടീഷൻ ഈ മൃഗം ഓടണം എന്നുള്ളതാണ്. തിരിഞ്ഞു നിൽക്കുന്നൊരു മൃഗത്തെ വേട്ടയാടി കൊല്ലാൻ പറ്റില്ല, മറിച്ച് ഏറ്റുമുട്ടലിൽ കീഴ്പ്പെടുത്താനേ കഴിയൂ. CJ റോയി ഒരു വേട്ടമൃഗമാണെങ്കിൽ അദ്ദേഹം ഓടിയിരിക്കണം. എന്തിനാണ് CJ റോയി ഓടിയത് എന്നാണ് സത്യസന്ധവും വസ്തുനിഷ്ഠവുമായ ഒരു അന്വേഷണം നടത്തേണ്ടത്. അല്ലാതെ പോയിന്റ് ബ്ലാങ്കിൽ തൻ്റെ ജീവിതം അവസാനിപ്പിക്കുന്നതിന് മുമ്പ് റോയി ഒരുപാട് കാര്യങ്ങൾ ആലോചിച്ചതിന് ശേഷം കൊടുത്ത ഉറച്ച തീരുമാനമാണ്. ജീവിക്കുന്നതിനേക്കാൾ തനിക്ക് നല്ലത് മരണമാണെന്നും അതിലൂടെ തൻ്റെ ആത്മാഭിമാനം ഉയർത്തിപ്പിടിക്കാൻ കഴിയൂ എന്ന് റോയിക്ക് തോന്നിയെങ്കിൽ തീർച്ചയായിട്ടും അതിന് അതിൻ്റേതായ കാരണങ്ങളുണ്ടാകും. കേന്ദ്ര ഏജൻസികളുടെ ഭാഗത്തു നിന്ന് തെറ്റുണ്ടായെങ്കിൽ തീർച്ചയായിട്ടും അവർ ശിക്ഷിക്കപ്പെടേണ്ട ആളുകളാണ്. പക്ഷേ റോയിയുടെ ആത്മഹത്യയുടെ പേരിൽ അവരെ കുറ്റപ്പെടുത്തുന്നതിൽ എത്രമാത്രം ശരിയുണ്ട് എന്ന് ആലോചിക്കേണ്ടിയിരിക്കുന്നു. റോയി കൊല്ലപ്പെടുകയായിരുന്നില്ല, മറിച്ച് ബോധപൂർവം ചിന്തിച്ച് ഉറപ്പിച്ച ശേഷം ആത്മഹത്യ ചെയ്യുകയായിരുന്നു. ആത്മഹത്യ ചെയ്യാനെടുത്ത അദ്ദേഹത്തിൻ്റെ തീരുമാനം അദ്ദേഹത്തിൻ്റെ മാത്രമായ തീരുമാനമാണ്. കേന്ദ്ര ഏജൻസികൾക്കോ അന്വേഷണ ഏജൻസികൾക്കോ അവരുടെ റെയ്ഡിനോ ഒന്നും ആത്മഹത്യ ചെയ്യാൻ ഒരാളെ പ്രേരിപ്പിക്കാൻ കഴിയില്ല. അതൊരു പ്രേരണാകുറ്റം പോലും പറയാൻ പറ്റില്ല. കാരണം അവരവരുടെ ജോലി ചെയ്തു. പക്ഷേ ആ ജോലി തൻ്റെ ആത്മാഭിമാനത്തെ കളങ്കപ്പെടുത്തുന്നിടത്തേക്ക് എത്തും. അവർ ചെയ്യുന്ന അന്വേഷണം തനിക്ക് ദോഷകരമായി വരും എന്ന് ബോധ്യമായതുകൊണ്ട് മാത്രമായിരിക്കണം ഡോക്ടർ CJ റോയി ആത്മഹത്യ ചെയ്തത്. തീർച്ചയായിട്ടും അതിൻ്റേതായ കാരണങ്ങളുണ്ടാവും. ഇവിടെ ഞാൻ സൂചിപ്പിക്കുന്നത് ഇതിനെ രാഷ്ട്രീയമായി, അദ്ദേഹത്തിൻ്റെ ആത്മഹത്യയെ രാഷ്ട്രീയമായി മാറ്റാൻ ആരാണ് ശ്രമിക്കുന്നത്, എന്താണ് അവരുടെ ലക്ഷ്യം എന്നുള്ളതാണ്. ഈ ആത്മഹത്യയെ രാഷ്ട്രീയമായി മാറ്റി തീർക്കാൻ ശ്രമിക്കുന്നത് പ്രധാനമായിട്ടും കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റാണ്, CPM ആണ്. CPMന് കൃത്യമായി അതിൻ്റേതായ രാഷ്ട്രീയ ലക്ഷ്യമുണ്ട് എന്നുള്ളതാണ് വാസ്തവം. കേരളത്തിലെ എത്രയോ റെയ്ഡുകൾ, അറസ്റ്റുകൾ, ഭീഷണികൾ ഒക്കെ അന്വേഷണ ഏജൻസികളെ വെച്ച് നടത്തിയിട്ടുണ്ട്, ഇന്നും നടന്നുകൊണ്ടിരിക്കുന്നു. പക്ഷേ അത്തരം കാര്യങ്ങളൊക്കെ ചെയ്യുന്നവർ തന്നെ ഒരു സുപ്രഭാതത്തിൽ വിശുദ്ധന്മാരായി മാറുന്നു, കേന്ദ്ര അന്വേഷണ ഏജൻസികൾക്കെതിരെ ആരോപണവുമായി വരുന്നു. ഞാനിത് പറയാനുള്ള കാരണം ദേശാഭിമാനി പത്രത്തിൽ വന്ന ഒരു വാർത്തയാണ്. 2026 ഫെബ്രുവരി 1 ഞായറാഴ്ച ദേശാഭിമാനിയുടെ തലക്കെട്ടായിട്ട് വന്ന ഒരു വാർത്തയാണ്. വാർത്ത ഇതാണ്. ഈ വാർത്തയിൽ പറയുന്നത്, വ്യവസായി CJ റോയിയുടെ മരണം, പ്രതിസ്ഥാനത്ത് കേന്ദ്രം, വഴങ്ങാത്ത വ്യവസായികളെ വേട്ടയാടി കേന്ദ്ര ഏജൻസികൾ, പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ചു, മരിച്ച വിവരം അറിഞ്ഞിട്ടും പരിശോധന തുടർന്ന് ദുരൂഹത എന്നാണ് ഈ വാർത്തയുടെ ചുരുക്കം. സമഗ്രമായ ഒരു അന്വേഷണം വേണമെന്നാണ് CPM സംസ്ഥാന സെക്രട്ടറി ശ്രീ MV ഗോവിന്ദൻ പറയുന്നത്. ഇവിടെ CPMൻ്റെ ലക്ഷ്യം വളരെ വ്യക്തമാണ്. അന്വേഷണ ഏജൻസികളെ കേന്ദ്ര ഗവൺമെൻറ് ദുരുപയോഗപ്പെടുത്തി അവരെ CJ റോയ് എന്ന വ്യവസായിയെ വേട്ടയാടി. ഇതിൻ്റെ പിന്നിൽ BJP ആണ് ഉള്ളത്. ഇതിൻ്റെ പിന്നിൽ BJP ആണെന്ന് സ്ഥാപിച്ചാൽ CPMനുണ്ടാകുന്ന പ്രധാനപ്പെട്ട ഒരു നേട്ടം, 2026 നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ ക്രൈസ്തവ വോട്ടുകൾ അല്പമെങ്കിലും BJPയിലേക്ക് പോകുവാൻ സാധ്യതയുണ്ടെങ്കിൽ അതടയ്ക്കുക. BJPയിലേക്ക് പോകാൻ സാധ്യതയുള്ള ക്രൈസ്തവ വോട്ടുകൾ നേരെ വഴിതിരിച്ചുവിട്ട് LDF സ്ഥാനാർത്ഥികൾക്ക് നേടിക്കൊടുക്കുക. വളരെ വ്യക്തമായ രാഷ്ട്രീയ ലക്ഷ്യമാണ് അതിൻ്റെ പിന്നിൽ ഉള്ളത്. അന്വേഷണ ഏജൻസികൾ അന്വേഷണവുമായി ബന്ധപ്പെട്ട് ഒരു വ്യവസായിയുടെ വീടും ഓഫീസും റെയ്ഡ് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ അത് ഇന്ത്യയിലെ ആദ്യത്തെ സംഭവമാണ്.
അങ്ങനെ റെയ്ഡ് ചെയ്യപ്പെട്ട വീടുകളിൽ താമസിച്ച വ്യവസായികളൊക്കെ ആത്മഹത്യ ചെയ്യുകയായിരുന്നു ചെയ്തിരുന്നത്. എത്രയോ വ്യവസായികളുടെ വീട്ടിൽ മണിക്കൂറുകൾ നീണ്ടു നിന്ന റെയ്ഡുകൾ നടന്നു. CPM-ന്റെ ജില്ലാ സെക്രട്ടേറിയറ്റ് മെമ്പറായിരുന്ന പത്മകുമാറിൻ്റെ വീട്ടിൽ റെയ്ഡ് നടന്നില്ലേ? അദ്ദേഹം ആത്മഹത്യ ചെയ്തു. N. വാസുവിൻ്റെ വീട്ടിൽ റെയ്ഡ് നടന്നില്ലേ? അദ്ദേഹം ആത്മഹത്യ ചെയ്തു. അവിടെയൊക്കെ നടന്നൊന്നും റെയ്ഡാണ്. അവരൊരു ആത്മഹത്യ ചെയ്യുകയല്ല ചെയ്തത്, മറിച്ച് ആ കേസിനെ നേരിടാൻ ശ്രമിക്കുകയാണ് ചെയ്തത്. കേരളത്തിൽ തന്നെ എത്രയോ വ്യവസായികളുടെ വീടുകളിൽ റെയ്ഡ് നടന്നിട്ടുണ്ട്. അതിനെയൊക്കെ അവർ നിയമാനുസൃതമായി നേരിടുക, തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പിഴ ഒടുക്കി കേസിൽ നിന്ന് തലയൂരുക എന്നാണ് ചെയ്യുന്നത്. അല്ലാതെ റെയ്ഡിൽ എന്തെങ്കിലും ഒരു തെറ്റ് കണ്ടുപിടിച്ചാൽ ഒരാളെയും ക്യാപിറ്റൽ പണിഷ്മെൻറ്റ്, അതായത് തൂക്കിക്കൊല്ലാൻ കഴിയില്ല. റോയി ഈ കാര്യത്തിൽ എന്ത് തെറ്റ് ചെയ്താലും ശരി, അദ്ദേഹത്തിനെ തൂക്കിക്കൊല്ലാൻ നമ്മുടെ രാജ്യത്ത് നിയമമില്ല. അദ്ദേഹത്തിനെ കൂടി വന്നാൽ ജയിൽ ശിക്ഷ കിട്ടും, അതിനപ്പുറത്ത് വേറെ കാര്യമൊന്നുമില്ല. പക്ഷേ ഇതിനെ രാഷ്ട്രീയമായി ഉപയോഗിക്കുന്നവരുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്താണെന്ന് ചോദിച്ചാൽ, അവർക്ക് കേന്ദ്ര ഏജൻസികളല്ല പ്രശ്നം, അവരുടെ അന്വേഷണമല്ല പ്രശ്നം, റെയ്ഡല്ല പ്രശ്നം, മറിച്ച് ഈ റെയ്ഡിനെ രാഷ്ട്രീയവൽക്കരിച്ച് ക്രൈസ്തവ വോട്ടുകൾ ഇടതുപക്ഷത്തേക്ക് കൊണ്ടുവരുവാനുള്ള വളരെ തന്ത്രപൂർവമായൊരു ശ്രമമാണ് CPM നടത്തുന്നത് എന്നതിൻ്റെ ആദ്യത്തെ ഉദാഹരണമാണ് ഈ ദേശാഭിമാനി പത്രത്തിൽ തലക്കെട്ടോടുകൂടി വന്ന ഈ വാർത്ത. അത് ദേശാഭിമാനിയുടെ രാഷ്ട്രീയമാണ്. എന്നാൽ മറ്റ് ചില വർഗീയ ശക്തികൾ, അത് ഈ വർഗീയ ശക്തികൾ എന്ന് ഞാൻ വിശേഷിപ്പിക്കുന്നത് പള്ളിക്കകത്തും പുറത്തുമുള്ള വർഗീയ ശക്തികൾ, അവർ CJ റോയിയുടെ ആത്മഹത്യയെ മോദിയുടെ ക്രൈസ്തവ വിരുദ്ധ നിലപാടായി ചിത്രീകരിക്കാൻ ബോധപൂർവം ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് സോഷ്യൽ മീഡിയയുടെ കമൻറ്റ് ബോക്സിൽ വന്നാൽ വളരെ വ്യക്തമായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നൊരു കാര്യമാണ്. ചില കമൻറ്റുകളിൽ ഞാൻ വായിച്ച ഒന്ന് ഓർക്കുന്നു: മോദി അധികാരത്തിലിരിക്കുന്നിടത്തോളം കാലം ക്രൈസ്തവരായ ബിസിനസ്സുകാർക്ക് ഇത്തരം റെയ്ഡുകളെ നേരിടേണ്ടി വരും, അവർ ആത്മഹത്യ ചെയ്യേണ്ടി വരും. ഇത്തരത്തിലുള്ളൊരു പ്രചരണം വളരെ ബോധപൂർവം ക്രൈസ്തവരുടെ ഇടയിൽ പ്രചരിപ്പിക്കുവാനുള്ള ശ്രമം, അത് ആര് സ്പോൺസർ ചെയ്താണ് എന്നെനിക്ക് അറിഞ്ഞൂടാ. ഞാനതാണ് പറഞ്ഞത്. വർഗീയ നിലപാടുകളുള്ള, കടുത്ത വർഗീയ നിലപാടുകളുള്ള പള്ളിക്കകത്തും പുറത്തുമുള്ളവർ എന്ന് ഞാൻ പറഞ്ഞതിനകത്ത് എല്ലാം ഉണ്ട്. കൃത്യമായ അവരുടെ സ്പോൺസർഷിപ്പിൽ നടക്കുന്ന ഒരു പ്രചരണമാണ്. ഈ കേസ് വഴി തിരിച്ചുവിട്ട് നരേന്ദ്രമോദിയുടെ സർക്കാർ കേരളത്തിലെ ക്രിസ്ത്യാനികളെ വേട്ടയാടുന്നു എന്ന മട്ടിൽ ഒരു പ്രചരണമാക്കി തീർക്കാനും, ക്രൈസ്തവ വോട്ടുകൾ അല്പമെങ്കിലും BJP-യിലേക്ക് പോകുന്നുണ്ട് എങ്കിൽ അതിനെ വഴിതിരിച്ചുവിട്ട് UDF-ൽ എത്തിക്കുവാനുമുള്ള ഒരു ശ്രമമാണ് ഇതിൻ്റെ പിന്നിലുള്ളത്. മുസ്ലിം വോട്ടുകൾ ഏതാണ്ട് N ബ്ലോക്കായിട്ട് UDF-ൽ എത്തും എന്നുള്ള കാര്യം അവർക്ക് ഉറപ്പാണ്. എന്നാൽ ക്രൈസ്തവരിൽ ഉത്പതിഷ്ണുക്കളായ ക്രൈസ്തവർ, പുരോഗമന ചിന്താഗതിക്കാരായ ക്രൈസ്തവർ, മോദിയുടെ വികസന നയത്തെ ഇഷ്ടപ്പെടുന്ന ക്രൈസ്തവർ ഇന്നും കേരളത്തിലുണ്ട്. ഒരുപക്ഷെ അവരുടെ എണ്ണം ചുരുക്കമാണെങ്കിൽ പോലും അവർ ധൈര്യമായിട്ട് തന്നെ, ധീരമായി തന്നെ അവരുടെ അഭിപ്രായം പ്രകടിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ അത്തരം വോട്ടുകളുടെ സ്വാധീനം കുറയ്ക്കുവാനും, അത്തരം വോട്ടുകളുടെ ഗതി മാറ്റി അതിനെ നേരെ UDF-ലേക്ക് കൊണ്ടുവരുവാനും, UDF-ൻ്റെ ഉറച്ച വിജയം, ഉജ്ജ്വലമായ വിജയം ഉറപ്പിക്കുവാനും നടത്തുന്ന ഒരു ശ്രമത്തിൻ്റെ ഭാഗമാണ് ഈ റെയ്ഡിനെ വർഗീയമായി ചിത്രീകരിക്കാൻ നടക്കുന്ന ശ്രമങ്ങൾ. വളരെ വളരെ നിർഭാഗ്യകരമായ ഒന്നാണ്. കപ്പൽ ജോയി എന്ന് അറിയപ്പെടുന്ന വ്യവസായി ആത്മഹത്യ ചെയ്തില്ലേ? അദ്ദേഹം ക്രൈസ്തവനായിരുന്നില്ലേ? മുത്തൂറ്റ് ജോർജ് ആത്മഹത്യ ചെയ്തില്ലേ? അദ്ദേഹം ക്രൈസ്തവനായിരുന്നില്ലേ? VJ സിദ്ധാർത്ഥ് എന്ന് പറഞ്ഞ ഒരു ചെറുപ്പക്കാരൻ കർണാടകത്തിൽ ആത്മഹത്യ ചെയ്തു. അദ്ദേഹം കർണാടക മുഖ്യമന്ത്രിയായ SM റോയിയുടെ മരുമകനായിരുന്നു. അപ്പോൾ ആത്മഹത്യക്ക് അതിൻ്റേതായ കാരണങ്ങൾ കാണും. പക്ഷേ ഈ ആത്മഹത്യയിൽ വർഗീയത കണ്ടെത്താൻ ശ്രമിക്കുന്നത് വളരെ വളരെ നിർഭാഗ്യകരമാണ്. CPM-നെ സംബന്ധിച്ചിടത്തോളം ഇറാഖിലെ സദ്ദാം ഹുസൈൻ വന്ന് ജില്ലാ കൗൺസിൽ തെരഞ്ഞെടുപ്പ് ജയിപ്പിച്ചു കൊടുത്ത ഒരു കാലഘട്ടം കേരളത്തിലുണ്ടായിട്ടുണ്ട്. അന്ന് EM ശങ്കരൻ നമ്പൂതിരിപ്പാടായിരുന്നു അതിനെ ചുക്കാൻ പിടിച്ചത്. അന്നത്തെ സമൂഹമല്ല കേരളത്തിലെ ഇന്നത്തെ സമൂഹം. അപ്പോൾ സദ്ദാം ഹുസൈൻ്റെ പേരിൽ ജില്ലാ കൗൺസിൽ തെരഞ്ഞെടുപ്പിൽ ജയിച്ചതുപോലെ ഡോക്ടർ CJ റോയിയെ മുന്നിൽ നിർത്തി കേരള നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എന്തെങ്കിലും നേട്ടം കൊയ്യാൻ കഴിയുമോ എന്ന് CPM ഒരു ഭാഗത്ത് ശ്രമിക്കുമ്പോൾ, കോൺഗ്രസ് നേരിട്ടിടപെട്ടു എന്ന് ഞാൻ പറയുന്നില്ല, ചില വർഗീയ ശക്തികൾ തീർച്ചയായിട്ടും ഈ രംഗത്തുണ്ട്. നമ്മുടെ ചാനലിൻ്റെ രംഗത്തുണ്ട്. കടുത്ത ഫണ്ടമെൻ്റലിസ്റ്റുകൾ നമ്മുടെ ചാനൽ രംഗത്തുണ്ട്. എല്ലാ മതത്തിലും പെട്ട, അതായത് ഞാനൊരു മതത്തിൻ്റെ വേർതിരിവ് പറയുകയല്ല, ക്രൈസ്തവരും മുസ്ലിങ്ങളും അതുപോലെ തന്നെ ഹിന്ദുക്കളുമായ കടുത്ത മതമൗലികവാദം വെച്ച് പുലർത്തുന്ന ആളുകൾ തീർച്ചയായിട്ടും ഉണ്ട്. അതിനൊന്നും നിഷേധിച്ചിട്ട് കാര്യമില്ല. അപ്പോൾ ഇവിടെ ഈ മരണത്തെ വഴിതിരിച്ചു വിട്ട് നേരെ UDF-ന് അനുകൂലമാക്കി മാറ്റാനും ശ്രമം നടക്കുകയാണ്. എന്തായാലും ശരി,
ഒരു മനുഷ്യൻ്റെ മരണം, അതും ജീവിതത്തിൽ കത്തിജ്വലിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരു കാലഘട്ടത്തിൽ മരണമല്ല, ആത്മഹത്യ. ഹൃദയം നിറഞ്ഞ വേദനയോടെ തൻ്റെ ബന്ധുക്കളെയും തൻ്റെ വ്യവസായ സാമ്രാജ്യവും ഇവിടെ ഉപേക്ഷിച്ചിട്ട് മറ്റൊരു ലോകത്തേക്ക് പോകുവാൻ ഡോക്ടർ CJ റോയി തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അത് ഹൃദയം നുറുങ്ങുന്ന വേദനയോടെടുത്ത തീരുമാനമായിരിക്കും. അതിൻ്റെ പിന്നിൽ അതിൻ്റേതായ കാരണങ്ങൾ ഒരുപക്ഷെ അദ്ദേഹത്തിന് ഉണ്ടാകാം. പക്ഷേ അതിനെ രാഷ്ട്രീയമായി ഉപയോഗിക്കാൻ ചിലരും അതിനെ വർഗീയമായി ഉപയോഗിക്കാൻ മറ്റു ചിലരും നമ്മുടെ സംസ്ഥാനത്ത് നടന്ന ശ്രമങ്ങൾ വളരെ നിർഭാഗ്യകരമാണ് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. കേരളത്തിലെ പൊതുസമൂഹം എന്ന മതേതരത്വത്തിൻ്റെ ഒരു സ്പിരിറ്റ് ഇന്നും ഉൾക്കൊള്ളുന്ന ഒരു പൊതുസമൂഹം കേരളത്തിലുണ്ട് എന്ന കാര്യത്തിൽ എനിക്ക് തർക്കമൊന്നുമില്ല. ഇത്തരം പ്രചരണങ്ങളെ അർഹിക്കുന്ന അവജ്ഞയോടെ തള്ളിക്കളയാൻ നമുക്ക് കഴിഞ്ഞില്ലെങ്കിൽ നാളത്തെ കേരള രാഷ്ട്രീയം വിഷലിപ്തമായി മാറും എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നേരിട്ട് ലഭിക്കാൻ ജനങ്ങളിൽ നിന്ന് ജനങ്ങളിലേക്ക് ജനഭൂമി ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യൂ. ബെൽ ബട്ടൺ അമർത്താനും മറക്കരുത്.